മെയിനായതും വീഡിയാണ് എന്തെങ്കിലും ഇതല്ല നിങ്ങൾക്ക് വരുന്നില്ല ഇത് നടക്കണ്ട. അല്ല ചേട്ടൻ കൊടിയില്ലേ കൊടിയില്ലേ ഞാനാ പോലെയില്ലേ ഇല്ല. അയ്യോ ഞാനാ എന്താ അല്ല ഞാൻ വെറും വീട്ടിൽ ഇരിക്കാറില്ലേ. അതൊന്നും കുഴപ്പമില്ല. ആ തുടങ്ങിയോ. ഹായ് ഹായ് രുദ്രശ്രീയാണോ നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. അല്ല ഞാന് നമ്മുടെ പറയൂ താങ്കളെ കുറിച്ച് താങ്കളുടെ ഈ ഒരു പരിപാടിനെ കുറിച്ചൊക്കെ ഒന്ന്. ഇതൊരു വേദിക് റിസർച്ച് സെൻ്ററാണ്. ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുന്ന എൻ്റെ ഒരു ബർത്തിൽ എന്നിലേക്ക് വന്നിട്ടുള്ള ഒരു ബോളം 14 വർഷത്തെ ലൈഫായിരുന്നു. അതിലൊരു 2020 മുതലാണ് ഞാൻ ഇതിനെ 2019 തിരിച്ചു തുടങ്ങി. പക്ഷെ മൈൻഡിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതും ഈ ക്ഷേത്രവും അവിടെ ഗ്രഹസ്ഥൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഞാൻ ബ്രാഹ്മണനെ സ്വീകരിച്ച് 2013 മുതൽ ബ്രാഹ്മണനായിരുന്നു. അല്ല ജന്മനാത്ത് ബ്രാഹ്മണനാകാൻ പറ്റില്ല. ജാതി ബ്രാഹ്മണല്ല അല്ല ഞാൻ സ്വീകരിച്ചാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മളെന്തിലും പൂർണ്ണതയാണ് ആഗ്രഹിക്കുന്നത്. ഏത് വിഷയത്തിലും പൂർണ്ണത എന്ന് പറയുന്നത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ്. ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്, അതിനെ അനുഭവിക്കുന്നതും അത് ചെയ്യുന്നതും മറ്റുള്ളവർക്ക് അതിൽ നിന്ന് ഗുണമുണ്ടാകുന്നതും ഒപ്പം തന്നെ നമുക്കുള്ള അന്നം ഉണ്ടാകുന്നതും അന്നത്തെ ഒരു നിയമം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പോയത് 2017 ശേഷം. ഈ ക്ഷേത്രം 17 ഞാൻ പിടിച്ചത്. അതിനുശേഷം പ്രകൃതിയായിട്ട് ഞാൻ ചെറിയൊരു ഇൻ്റർലാക്ഷൻ പോയിച്ചു. എനിക്ക് ജഡമൊന്നും. പിന്നെ ഞാൻ രാത്രിയുടെ തപസ്യാണ്, പകലിൻ്റെ ആളല്ല. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 2018 മുതലാണ്. 2018 ഞാൻ പ്രളയം ഫെബ്രുവരി 2018 ആഗസ്റ്റ് അല്ലേ, ഫെബ്രുവരിയിൽ പ്രളയ ദർശനമൊക്കെ ഉണ്ടായി. ഞാൻ ഫേസ്ബുക്കിലിട്ടു. അപ്പോൾ അതൊക്കെ സത്യമായിട്ട് വരുന്നു പറഞ്ഞപ്പോൾ നമ്മളുടെ സാധാരണ ഒരു നോർമൽ കോൺഷ്യസ് നിന്ന് വിട്ടിട്ട് സബ് കോൺഷ്യസ് എല്ലാവർക്കും ഉണ്ടാവും. അതിൽ നമുക്കൊരു ദേവത പോലെ നമുക്ക് ഒരാളുണ്ട്. അതിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് തുടങ്ങി. അതായത് ഇപ്പം പ്രളയത്തിനെ കുറിച്ച് താങ്കൾക്ക് മുന്നേ 2018 ഞാൻ ഓഫീസിലായിട്ട് പറഞ്ഞു ഫെബ്രുവരിയിൽ. അങ്ങനെ പ്രകൃതി മനസ്സിൽ അതിന്റെ ഇമേജ് വരുവാണോ? അല്ല, ശരിക്ക് ശ്രുതി എന്ന് പറയുന്ന വിധിയായിരുന്നു അത്. ഇപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. നമ്മളിലേക്ക് 2 തരത്തിൽ വരും. ഒന്ന്, നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിച്ചിട്ട് ചോദ്യം ചോദിക്കുകയാണ് ഇയാളോട്, അതെങ്ങനെ ഉത്തരം വരുന്നത് അതുപോലെ. അതുപോലെ വരിക. ഒന്ന് അക്ഷരങ്ങളായിട്ട് വരും. നമ്മൾ ഓരോരോ അക്ഷരങ്ങളായിട്ട് ഇങ്ങനെ ഒഴുകി വരും. അത് നമ്മൾ കോടീകരിച്ച് നോക്കുമ്പോൾ അതൊരു വേടായിട്ട് മാറും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉണർവായിട്ട് വരും. ഇമേജ് ആയിട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല. അതായത് അപ്പോൾ താങ്കൾക്ക് ഇങ്ങനെ തോന്നിയിട്ട് താങ്കളത് പബ്ലിക്കായിട്ട് പറഞ്ഞു? അത് വെറുതെ തോന്നുന്നില്ല. നമ്മളൊരു 3-4 ദിവസത്തിന് വാച്ച് ചെയ്തപ്പോൾ ഒരേ സംഭവം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതിലെന്തോ കാര്യം നമ്മളെന്തോ ഫേസ്ബുക്കിൽ ഇടും. അപ്പൊ അവിടുത്തെ റെസ്പോൺസ് എന്തായിരുന്നു? ട്രോള് അല്ല, പ്രാന്തെന്ന് വിളിച്ചു അത്രേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ആരും താങ്കളായിട്ട് അല്ലല്ല, അങ്ങനെയല്ല. ഇത് നമ്മള് പ്രളയം സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങി. അങ്ങനെ സംഭവിച്ചതിന് ശേഷമാണ് അങ്ങനെ ആൾക്കാർ അതിന് ശ്രദ്ധിച്ചത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല, അതിൽ വലിയ പ്രത്യേകമൊന്നുമില്ല. നമുക്ക് ഇൻഫോർമേഷൻ ഒന്നും സംഭവിച്ചു. പക്ഷെ അവിടെ ആ സമയം മുതൽ എന്നിൽ മാറ്റം വന്നു തുടങ്ങി. പിന്നെ എൻ്റെ ചേട്ടൻ പെട്ടെന്ന് വളർന്നു. അങ്ങനെ 2019 ഇവിടെ അഷ്ടമല പ്രസവം കളിച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു നിയോഗം എന്ന് പറഞ്ഞു, ഒരു അത്രയ നിയോഗം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊന്നും കിട്ടില്ല, നമ്മൾ കറങ്ങിടക്കായിരുന്നു. അപ്പൊ താങ്കൾ ആ കാര്യം പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്നതിൽ താങ്കളുടെ ഉദ്ദേശം എന്തായിരുന്നു? ഞാൻ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അല്ല, താങ്കൾ ഫേസ്ബുക്കിൽ നമ്മൾ പറയല്ലേ ചെയ്തത്. നമുക്ക് എവിടെയാണ് അതിനെ നോട്ട് ചെയ്ത് വെക്കുക? ഒന്നില്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥത്തിൽ. അതൊരു തെളിവാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ്ബുക്കിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊരു തെളിവുമാണ്. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിൽ റീക്യാപ്പ് ചെയ്തെടുക്കാം. അവർ കണ്ടോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഈ പ്രളയം സംഭവിക്കാൻ പോകുന്നല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രകൃതിയിൽ നിന്നൊരു ഇൻഫർമേഷൻ നമുക്ക് വരുന്ന രീതിയിലുള്ള കുറച്ച്
നമ്മളിലേക്ക് ഉണർന്ന ആ ശബ്ദത്തിൻ്റെ വേഡ്സ് അങ്ങനെ കിട്ടും. പ്രകൃതി എന്തോ ഒരുക്കിയിരിക്കുന്നു, എല്ലാ മതസ്ഥരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയം, ജലം, കുവി, അങ്ങനെയുള്ള ഒരു കുറച്ച് തോട്ട്സാണ് ഇട്ടത്. പക്ഷേ എൻ്റെ ലൈഫ് അവിടെ നിന്ന് ആരംഭിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ 2ാം ഘട്ടം അവിടെ നിന്ന് ആരംഭിച്ചു. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് താങ്കൾ ഒരു തരത്തിലും ബാധിച്ചിട്ടുണ്ടാവില്ല. പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് നോക്കിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്നത് എന്നിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതിൽ എന്നിലെന്ത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചേഞ്ചസിന് ശേഷം 2019 നമ്മളിത് തിരിച്ചറിഞ്ഞു. നമുക്ക് കുറച്ച് ഡെസ്റ്റിനി ഉണ്ട് ലൈഫിൽ നിന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ കോൺട്രാക്ട് പണിക്കാരനായ ഞാൻ, പിന്നെ കറക്കത്തിൻ്റെ ആളായിരുന്നു ഞാൻ, നമ്മൾ എന്ത് ചെയ്തു, അത് വിട്ടു. പക്ഷേ 2020 കൊറോണ, ഞാൻ ഈ ബിസിനസ് കോർഡിനേറ്റർ ആയിരുന്നു കോർപ്പറേഷനിൽ, ഇപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ കറക്കം കഴിഞ്ഞ് വിയറ്റ്നാമിൽ നിന്ന് പോയി, ലാസ്റ്റ് വിയറ്റ്നാമിൽ നിന്ന് വരുന്ന സമയത്താണ് ഇവിടെ കൊറോണ വന്നത്. ശ്രീലങ്കയിൽ പോയിട്ടാണ് വിയറ്റ്നാമിൽ പോയിട്ട് കുറച്ച് ദുബായിലേക്ക് കുറച്ച് സംഭവങ്ങൾ കയറ്റി വയ്ക്കാൻ വേണ്ടി എൻ്റെ അങ്ങനെ തിരിച്ചു പോകും. ഇവിടെ വന്ന് ഒരു 6 മാസമാണല്ലോ കൊറോണ വന്ന, ഫസ്റ്റ് 6 മാസം അവിടെ എന്നോട് ലോക്ക് ചെയ്തു. പ്രകൃതി നമ്മളിലേക്ക് ഉദിച്ചു വന്നു. എന്നെ അത്ഭുതങ്ങളായിരുന്നു. അത് ഒരു മാസത്തതില്ല. അങ്ങനെ നമ്മൾ അത്ഭുതങ്ങളിലേക്ക് പോയി. അത്ഭുതങ്ങളല്ല, നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാവരും കാണുകയാണ്. ഒരു പ്രകൃതി നമ്മളോട് സംസാരിക്കും, നാച്ചുറലായിട്ട്. അങ്ങനെ ഉണ്ടാവുമ്പോ താങ്കളുടെ അനുഭവം എന്തായിരുന്നു? അനുഭവം എന്തെങ്കിലും ആകാംക്ഷ മാത്രം, അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഒരു പേടി തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇത് ആകാംക്ഷ അല്ലെങ്കിൽ ജിജ്ഞാസ, അതായത് ഇത് എന്തിനു വേണ്ടി സംഭവിക്കുന്നു. നമ്മൾ വിളിക്കുന്ന സമയത്ത് നക്ഷത്രം ഉദിച്ചു വരിക, നമ്മൾ വിളിക്കുന്ന സമയത്ത് പക്ഷികളും അരയന്നം പോലത്തെ പക്ഷികൾ വരിക, മറ്റുള്ള പക്ഷികൾ വരിക. പിന്നെ നമ്മളും ഈ പ്രകൃതി ആകാശവും തമ്മിലുള്ളൊരു ആത്മബന്ധം ഉണ്ടാവുക. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വാച്ച് ചെയ്ത്. കാരണം നമ്മൾ ഒന്നാമത് നമ്മൾ സാധാരണക്കാരൻ, രണ്ടാമത് ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. എൻ്റെ ബേസ് സിവിലാണ്. ഞാൻ സ്ട്രക്ചറിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഡിപ്ലോമയിൽ നിന്ന് ഒരു M.Tech ചെയ്യുന്ന സ്വയം പഠിച്ചുണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ ഒരു അന്വേഷണ ബുദ്ധി ആരംഭിച്ചു. അപ്പോൾ നമ്മൾ പരമാവധി ഇവിടെ വരുന്ന സമയത്ത് ഈ പ്രകൃതി ഇൻ്റർലേഷൻ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഞാൻ അപ്പോൾ ഈ ജടായുബായി പൂർണ്ണ ജടായുബായത്തിലേക്ക് എത്തി. 2020 ഇപ്പോൾ 2021 പ്രതിഷ്ഠ കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചു. അപ്പോൾ അതുവരെ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പോകുന്ന താമസിച്ചിരുന്നു. അച്ഛൻ മരിച്ച ശേഷം നാട്ടിൽ വന്നിട്ടാണ് പിന്നെ യാഗത്തിന് നിർദ്ദേശം നൽകി. ഈ വന്ന ആൾക്കാർ യാഗത്തിനുള്ള ദർശനം നൽകി. അങ്ങനെ നമ്മൾ യാഗം ചെയ്ത് മിറാക്കിളായിരുന്നു. അത് നമുക്ക് അപ്പൊ അതായത് ഇപ്പൊ ഈ ഒരു താങ്കൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത രീതി ഇപ്പോഴത്തെ സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണല്ലോ. അല്ല, സാമൂഹിക വ്യവസ്ഥേനെ ഇന്റർലേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഞാൻ ജീവിതത്തിൽ. ഇന്നത്തെ സമൂഹത്തിന് സാധാരണ സമൂഹത്തിലെ ആൾക്കാർ ഈ ഒരു പഠിത്തം കഴിഞ്ഞ് ജോലി, കുടുംബം അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് താങ്കൾ അതുമായിട്ട് താങ്കളുടെ പ്രപഞ്ചമായിട്ട് കൂടുതൽ എന്താണ് ഈ ജോലി എന്താണെന്ന് മനസ്സിലായില്ല. ഒരു അറിവ് ആർക്കെങ്കിലും വേണ്ടി ചെയ്തു കൊടുക്കുക, അവരിൽ നിന്ന് സന്തോഷമായി കിട്ടുന്നതാണ് ശമ്പളം. ഓക്കെ, അപ്പൊ ഈ അറിവിന് ആദ്യം വേണം എന്താ കണ്ടെത്തണം. എന്തെങ്കിലും ഒരു ജോലി വേണമെങ്കിൽ, അറിവ് വേണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അറിവ് കണ്ടെത്തണം. ഞാനിത് കണ്ടെത്തുന്ന ഒരു അറിവാണ് കണ്ടെത്തിയിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ അറിവ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അല്ല, താങ്കൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണല്ലോ, ആ ഫീൽഡിലായിരിക്കുമല്ലോ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വിട്ടു. അങ്ങനെ അതുവരെ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു വലിവുണ്ടായിരുന്നു. അത് നെഗറ്റീവ്സ് അല്ലാണ്ട് ദൈവികമായതൊന്നുമല്ല. നമ്മുടെ ലൈഫില് നമ്മുടെ യാത്രയിൽ തടസ്സം വരുമ്പോഴാണല്ലോ നമ്മൾ മാറ്റി ചിന്തിക്കുക. ഏത് മനുഷ്യന്മാരും അവരവരുടെ യാത്രയില് ഒരു 3-4 തവണ ഒരേപോലെ തടസ്സങ്ങൾ വന്നാൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ചിന്തിക്കും. ഞാൻ അത്ര തന്നെ ചിന്തിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പാത്ത് ഇതാണ്. അപ്പോൾ ഈ പാത്ത് ഇതാണ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അനുഭവങ്ങളുണ്ടായി. കാറ്റടിച്ച എല്ലാം കാണാം, അല്ലെങ്കിൽ കാറ്റല്ല. അപ്പോൾ അനുഭവമില്ലാത്ത ഒന്നും അറിവ് ഒരിക്കലും അനുഭവമല്ല, തിരിച്ചറിവാണ് അനുഭവം. അപ്പോൾ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മിനിമം നമ്മൾക്ക് അനുഭവം ഉണ്ടായിരിക്കണം. അത് റിപ്പീറ്റബിൾ ആയിരിക്കണം, അത് യുക്തിക്ക് നിരക്കുന്നതായിരിക്കും. ലൈഫിൽ നമ്മൾ ഈ പ്രകൃതി നമ്മൾ ഈ സെപ്റ്റംബർ 2022 സെപ്റ്റംബർ 10 തീയതി വരെ ഞാൻ ദൈവവിശ്വാസിയായിരുന്നു. ഞാൻ ഈശ്വരൻ വിശ്വസിച്ചിരുന്നു. സാധാരണ എല്ലാ വിശ്വാസികളുടെയും അന്ധത എനിക്കല്ലേ. എന്നു മുതലാണോ ഞാൻ എൻ്റെ മുമ്പിൽ സത്യം പ്രത്യക്ഷപ്പെട്ടത്, എന്നു മുതലാണോ ഞാൻ ഉണർന്നത്, അന്ന്
അതുപോലെ തന്നെ ഈശ്വര വിശ്വാസം ഈശ്വര വിശ്വാസിയല്ല. അല്ല, ഈശ്വരൻ എന്ന് പറയുന്ന പുറത്തുള്ള ഒരു കാര്യത്തെ, ഈശ്വരൻ പുറത്താണെന്നാണല്ലോ താങ്കൾ വിശ്വസിച്ചു വരുന്നത്. അല്ല, അല്ല, ഈശ്വരൻ താങ്കളുടെ ഉള്ളിലാണ്. ഉള്ളിലും അല്ല, പിന്നെ ഈശ്വരനാണെല്ലാം. നിങ്ങൾ പറയുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഒരു എനർജിയുടെ ഒരു അവസ്ഥയാണ്. അല്ലാതെ അങ്ങനെ ഒരു വ്യക്തിയില്ല, അങ്ങനെ നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരു ഈശ്വര പ്രപഞ്ചത്തിലില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മീയതയുണ്ട്. ഞാൻ ആത്മീയതയെ കാണുന്നത് ഭൗതികതയുടെ അതിസൂക്ഷ്മീയതയാണ് ആത്മീയത എന്ന് പറയുന്നത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്ത് ലോകമുണ്ട്, നിസ്സാരം, ബാക്ടീരിയ. ആ സൂനാപ്പില്ലെങ്കിൽ അത് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തെന്ന് പറയണത് സൂക്ഷ്മീയതയിൽ ഈ യൂണിവേഴ്സിനൊരു മുഖമുണ്ട്, സ്വയംബോധത്തോട് പ്രവർത്തിക്കുന്ന മുഖമുണ്ട്. അതിന് ഞാൻ ഈശ്വരഹാന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ മനുഷ്യൻ്റെ മാക്സിമം എന്ന് പറയുന്നത് ആണ് ബോധം. പ്രപഞ്ചശക്തിയല്ല, പ്രപഞ്ചമേ ഉള്ളൂ. അത് ശക്തിയായിട്ട് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ശക്തിയാണ്. അല്ല, ആ ഒരു ശക്തി അതിനെയാണല്ലോ ആൾക്കാർ ദൈവം എന്ന് അതെനിക്കറിയില്ല, അറിയില്ല ആൾക്കാരെന്താ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അതിനെയാണ് ശക്തി, ഞാൻ പ്രപഞ്ച യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സിന്റെ ഓരോരോ അവസ്ഥകളിൽ നമ്മൾ നിൽക്കുന്നത് 4ഓ 5ഓ അവസ്ഥ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ അനുഭവിക്കുന്നത്, പ്രകാശമായിട്ട് തന്നെ. അതിനെ നമ്മൾ വെച്ചുകൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ചെറിയൊരു ഭാഗമാണ് നമ്മൾ. യൂണിവേഴ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സ് ബൃഹത്തായിട്ട് പ്രവർത്തിക്കുന്നത്, നമ്മളോ അണുവായിട്ട്. രണ്ടും പ്രവർത്തനം തന്നെയാണ്, പക്ഷെ അതിൽ വ്യാപ്തി വലുതാണ്. ഇപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തനം നടക്കുന്നു അതുപോലെ തന്നെയാണ് ഭൂമി ഒരു ജീവിയാണ്. ഭൂമി ഒരു പക്ക ജീവിയാണ്. മനുഷ്യൻ എങ്ങനെയാണോ ഒരു ജീവിയാവുന്നത് അതുപോലെ തന്നെയാണ് ഭൂമി ഒരു ജീവിയാണ്. ഭൂമി ഒരു ജീവിയാണെങ്കിൽ സൗരയൂഥം ഒരു ജീവിയാണ്. സൗരയൂഥം ഒരു ജീവിയാണെങ്കിൽ ക്ഷീരപഥം ജീവിയാണ്. ക്ഷീരപഥം ഒരു ജീവിയാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്ന ഒബ്സർവ് യൂണിവേഴ്സിറ്റി ജീവിയാണ്. അങ്ങനെ അൾട്ടിമേറ്റ് ബോധം ഒരു ജീവിയാണ്. അതിനെയാണ് വേദം ജീവാത്മാ. പ്രപഞ്ചമുണ്ട്, അതിന്റെ ഒരു ഭാഗമാണ് നമ്മള്. അപ്പൊ നമ്മളിലുള്ള മാറ്റങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരെ, ഈ പ്രപഞ്ചത്തിനെ മുഴുവനായിട്ട് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മളിലുള്ള മാറ്റങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരെ എന്ന് നിശ്ചയിക്കുന്ന ആരാണ്? പ്രപഞ്ചമാണ്. നിങ്ങളാണെന്ന് നിങ്ങളുടെ ചിന്തയാണത്. അതായത് നിങ്ങള് മനസ്സിനെ ചിന്തയായിട്ടാണ് പറയുന്നത്. ഗുരുവനന്ദ ഭുവന ഹൈപ്പോത്തീസിൽ മനസ്സെന്ന് പറയുന്നത് ഒരു സൂക്ഷ്മ വസ്തു തന്നെയാണ്, ഒരു പാത്രം. ആ പാത്രത്തിന്റെ അകത്ത് ആണ് നമ്മൾ. അപ്പോൾ ഈ പാത്രമാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ഈ പാത്രത്തിലേക്കുള്ള ഇൻഫർമേഷനാണ് നമ്മൾ കണ്ണുകൊണ്ട് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെവി കൊണ്ട് കളക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ ഉണർന്നു വരുന്നത് അതിന് വിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ? ആ ഉണർത്തി വരുത്തുന്നത് ഈ പാത്രമാണ്. ഈ പാത്രം ഈ യൂണിവേഴ്സായിട്ട് കണക്ഷൻ. അതാണ് പറയാം, സൂക്ഷ്മീയതയെ അല്ല, സൂക്ഷ്മീയതയിൽ നിന്ന് സ്ഥൂലതയിലേക്കാണ് ശ്രദ്ധ. സ്ഥൂലതയിൽ നിന്ന് സൂക്ഷ്മീയതയിലേക്ക് മനുഷ്യന് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ ഒരു വലിയൊരു മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. വെള്ളം, അവിടെയുള്ള വെള്ളവും ഇവിടെയുള്ള വെള്ളം ഒന്ന് തന്നെയാണ്. മനുഷ്യൻ ഇന്ന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റിയുടെ പേരും പറഞ്ഞിട്ട് ഈ വെള്ളം എടുത്ത് മുഖത്താങ്ങി പിടിച്ചിട്ട് തള്ളി അവിടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ എത്തിച്ചിട്ട് ഈ വെള്ളം എടുത്ത് കുടിക്കാൻ നിൽക്കണേ. അതിൻ്റെ ആവശ്യമില്ല. അതിങ്ങോട്ട് വീഴുന്നുണ്ട്. ഈ വെള്ളം കിട്ടേ വേണ്ടോ? അത് നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് ഓപ്പണായിട്ട് വീഴുന്നുണ്ട്. അതിന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അതാണ് നോർമൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അതിൽ വിട്ട് ഒരാളിലേക്ക് എന്ത് വരണം? അനുഭവം വരണം. ആ അനുഭവം വരുന്ന വ്യക്തി ചിന്തിക്കണം, എന്തിനാണ് എനിക്ക് അനുഭവം വന്നത്? എന്തുകൊണ്ടാണ് വന്നത്? എന്തിനു വേണ്ടി വന്നത്? എന്തിനാണ് വന്നത്? എന്തുകൊണ്ടാണ് വന്നത്? എന്തിനു വേണ്ടിയാണ് ഈ അനുഭവം വന്നത്? ഈ ഉത്തരം ചോദിക്കാൻ അർഹർ അനുഭവമുള്ളവർക്ക് മാത്രമേ. തിരിച്ചറിവ് എന്ന് പറയാൻ പറ്റില്ല, അനുഭവം തന്നെ വേണം. അറിയാൻ പറ്റില്ല, അനുഭവത്തെ അറിയാൻ പറ്റില്ല. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുഭവത്തിന് വിലയില്ലല്ലോ. നമ്മളെ അനുഭവത്തെ എന്താണെന്ന് എന്തുകൊണ്ടാണ് തിരിച്ചറിഞ്ഞാൽ പിന്നെ അവിടെ അന്വേഷണം ഇല്ലല്ലോ. നമ്മളിലേക്ക് നമ്മളുടെ സാധാരണ നോർമൽ കോൺഷ്യസിൽ നിന്ന് വിട്ട്, സ്വപ്നത്തിൽ നിന്നും വിട്ട് നമ്മളിലേക്കൊരു അനുഭവം വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാത്തൊരു മനുഷ്യൻ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് നമ്മുടെ കാര്യം ചിന്തിച്ചാൽ പോലെ മതി. പക്ഷെ അതിന് ടൈം പറയുന്നുണ്ട്. എന്ത്? ഭാരതീയ വേദശാസ്ത്രത്തില്
ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ വാനപ്രസ്ഥ കാലത്തും സന്യാസ കാലത്താണ് അത്രേ ഈ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. എല്ലാം ചെയ്തു കഴിഞ്ഞ് പൂർണ്ണമായി സ്വതന്ത്രമായി നിൽക്കുന്നൊരവസ്ഥയിൽ മാത്രമാണ് ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തൊക്കെ മറ്റേ സ്പെഷ്യൽ കോളിങ്ങാണ്. അങ്ങനെ എല്ലാ മനുഷ്യരും ആ ഒരു അവസ്ഥയിലേക്ക് കൂടി കടന്നു പോകും. ഉറപ്പായിട്ടും പോകും. ഒരു മനുഷ്യൻ ഈ അവസ്ഥയിലേക്ക് അവസാനം പോരും. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ചിന്തിക്കുന്നതല്ല, ആരോ ചിന്തിച്ചതിന്റെ ഫലത്തെ അറിയുന്നേ ചെയ്യുന്നുള്ളൂ. ആരോ പ്രോസസ് ചെയ്യുന്നുണ്ട് എവിടെ ഇരുന്നിട്ട്. അത് അമേരിക്കയിലൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റേ അല്ല, അതാണ് സൂക്ഷ്മ ശരീരം. നമ്മളെ കുറിച്ച് എല്ലാ ഡാറ്റാസ് എടുക്കുന്നത് സൂക്ഷ്മ ശരീരമാണ്. ആ സൂക്ഷ്മ ശരീരം പ്രോസസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫലമുണ്ടല്ലോ. നമ്മൾ ചായ കുടിക്കുമ്പോൾ ചായയുടെ ടേസ്റ്റ് അനുഭവിക്കില്ല, അതുപോലെ പഞ്ചസാര കഴിക്കുമ്പോൾ മധുരം അനുഭവിക്കില്ല. ആ ഫലമാണ് നമ്മൾ പറയുന്ന ചിന്തയും മനസ്സും നിർത്തും. യഥാർത്ഥത്തിൽ അതിൻ്റെ ക്രിയ അറിയില്ല. ആ ക്രിയ ചെയ്യുന്ന ആരും നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോ ഒരു യാത്രയിലാണ്. അല്ല, ഞാൻ യാത്ര കഴിഞ്ഞു. ഇനി അല്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അവസാനം വന്നല്ലോ, ഇപ്പോഴും തുടരുകയാണ്. അല്ല, എൻ്റെ യാത്ര എന്ന് പറയുന്നത് ഒരു യാത്രയായിരുന്നു. ആ യാത്ര കഴിഞ്ഞു. ഇനി ഞാൻ ഫലത്തെടുക്കണം. ക്രിയ കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ മനുഷ്യനായി ഫലത്തെടുത്ത് ഇനി അത് എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? നമുക്ക് എന്തിനിത് വന്നു, നമ്മളില്ലേ എന്തിനിത് വന്നു, എന്തുകൊണ്ട് വന്നു, എന്തിനു വേണ്ടി വന്നു. അപ്പോൾ എന്തിനു വന്നു എന്ന് അറിയുമ്പോഴാണ് പിന്നെ നമ്മൾ എന്തുകൊണ്ട് വന്നു എന്ന് അന്വേഷിക്കുക. അതാണ് അനുഭവം. പിന്നെ അതിന് പിന്നാലെ പോവുക ചെയ്യുക. അപ്പോൾ നമ്മൾക്കത് പ്രത്യക്ഷമായി വന്നതുകൊണ്ട് നമുക്കിനി എന്തിനു വേണ്ടി എന്നുള്ള അനുഭവത്തിലേക്ക് എത്തണം. അവിടെ നമ്മൾ കണ്ടെത്തി. അപ്പോൾ അവിടെ അതിന് നമ്മൾ ചെയ്യും. നമുക്ക് ഫലം നമുക്ക് ആർക്ക് കൊടുക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം നമ്മുടെ അല്ലത്, എവിടെന്നോ ആരോ നമുക്ക് തന്നാ. ഇത് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പോയിട്ടില്ല. ഇതെൻ്റെ കയ്യിലെത്തി. ഇനി ഞാനിത് എന്ത് ചെയ്യണം? ഇതങ്ങനെ അത് കൊടുക്കേണ്ടവരാണ് കൊടുക്കണം. അല്ല, എനിക്ക് ഞാൻ കഴിക്കണം, ഞാൻ കഴിക്കണം, അത്രേ ഉള്ളൂ.